ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയോർ വാഴും തിരുമേനിപാദം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദോ ദർശിതോ യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അരുണാരുണകല്ലോല കരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. എല്ലാ ഭാഗവത കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. നമ്മുടെ സത്സംഗത്തിൻ്റെ 272 ദിവസവും ഗുരു ദർശനത്തിൻ്റെ 19 ദിവസവും ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ 4-ാം ഭാഗം 1-ാം അധ്യായം ഗൃഹസ്ഥന്മാർക്കുള്ള ഉപദേശം 1882 ഓഗസ്റ്റ് 13 ഞായറാഴ്ച എഴുതിയതാണ്. 1-ാം അധ്യായം ഗൃഹസ്ഥന്മാർക്കുള്ള ഉപദേശം. ദക്ഷിണേശ്വരത്ത് കേദാരൻ നടത്തിയ ഉത്സവം. ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ കേദാരൻ തുടങ്ങിയ ഭക്തന്മാരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചിങ്ങമാസത്തിലെ കറുത്ത വാവ് മണി 5 ആയിരിക്കും. ശ്രീ കേദാരാജ് ചാറ്റർജി വീട് ഹാലി സഹരിൽ സർക്കാരിലെ അക്കൗണ്ടൻ്റായി ജോലി നോക്കുന്നു. വളരെ നാൾ ഡാക്ക നഗരത്തിൽ കഴിച്ചിട്ടുണ്ട്. ആ കാലത്ത് ശ്രീ വിജയകൃഷ്ണ ഗോസ്വാമി പലപ്പോഴും ഇദ്ദേഹവുമായി ശ്രീരാമകൃഷ്ണനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈശ്വരകഥ കേട്ടാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുമായിരുന്നു. മുമ്പ് അദ്ദേഹം ബ്രഹ്മസമാജത്തിൽ അംഗമായിരുന്നിട്ടുണ്ട്. ഗുരുദേവൻ തൻ്റെ മുറിയുടെ തെക്കേ വരാന്തയിൽ ഭക്തന്മാരോട് കൂടിയിരിക്കുന്നു. രാമൻ, മനോമോഹൻ, സുരേന്ദ്രൻ, രാഖാൽ, ഭവനാഥൻ, മാസ്റ്റർ തുടങ്ങിയ അനേകം ഭക്തന്മാർ സന്നിഹിതരായിട്ടുണ്ട്. കേദാരൻ ഇന്നൊരു ഉത്സവത്തിന് ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം സദാ ആനന്ദത്തിൽ ആറാടുന്നു. രാമൻ ഒരു ഭാഗവതനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പാട്ടുപാടുന്നു. കീർത്തന സമയത്ത് ഗുരുദേവൻ മുറിയിൽ ചെറിയ കട്ടിലിൽ സമാധിസ്ഥനായിരിക്കുന്നു. മാസ്റ്ററും മറ്റു ഭക്തന്മാരും അദ്ദേഹത്തിൻ്റെ കാൽക്കലിരിക്കുന്നു. സമാധി തത്വവും സർവധർമ്മ സമന്വയവും. ശ്രീരാമകൃഷ്ണദേവൻ ഓരോന്ന് പറഞ്ഞ് സമാധി തത്വം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, സച്ചിദാനന്ദം ലഭിച്ചാൽ സമാധിയായി,
അപ്പോൾ കർമ്മം പോയി പോകുന്നു. ഞാൻ ഭാഗവതരുടെ പേര് വിളിക്കുന്നു, ഭാഗവതർ വരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കേണ്ട ആവശ്യം എന്താണ്? തേനീച്ച എത്ര നേരം മുരളുന്നു? പൂവിലിരിക്കുന്നത് വരെ. എന്നാൽ സാധകൻ കർമ്മം ത്യജിച്ചതുകൊണ്ടായില്ല. പൂജ, ജപം, ധ്യാനം, സന്ധ്യാനാമം, കവചധാരണം, തീർത്ഥാടനം മുതലായവയെല്ലാം ചെയ്യുക തന്നെ വേണം. ഈശ്വര ദർശനത്തിന് ശേഷവും ആരെങ്കിലും യുക്തി വിചാരം ചെയ്യുന്നത് കണ്ടാൽ തേനുണ്ട ശേഷവും ഈച്ച മെല്ലെ മെല്ലെ മൂളുന്നത് പോലെയാണ് അത് എന്ന് ധരിച്ചോളാം. ഭാഗവതർ നന്നായി പാടിക്കൊണ്ടിരിക്കുന്നു. ഗുരുദേവന് സന്തോഷമായി. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരാൾക്ക് എന്തെങ്കിലും സംഗീത വിദ്യയിലോ മറ്റെന്തിലെങ്കിലും മികച്ച കഴിവുണ്ടെങ്കിൽ അയാളിൽ ഈശ്വരഭക്തി പ്രത്യേകമായിട്ടുണ്ട്. ഭാഗവതർ മഹാശയ, ഭഗവാനെ കാണാൻ എന്താണ് വഴി? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഭക്തിയാണ് മുഖ്യം. ഈശ്വരൻ സർവഭൂതങ്ങളിലും ഉണ്ട്. എന്നാൽ ആരെയാണ് ഭക്തൻ എന്ന് പറയുന്നത്? സർവദാ ഈശ്വര ചിന്ത ചെയ്യുന്ന ആളെ. എന്നാൽ അഹങ്കാരവും അഭിമാനവും ഉണ്ടെങ്കിൽ അത് സാധ്യമല്ല. അഹങ്കാരമാകുന്ന കുന്നിന്മേൽ ഈശ്വരൻ്റെ കൃപയാകുന്ന ജലം തങ്ങി നിൽക്കില്ല. നല്ലൊരു ഉദാഹരണമാണ്. അഹങ്കാരമാകുന്ന കുന്നിന്മേൽ ഈശ്വരൻ്റെ കൃപയാകുന്ന ജലം തങ്ങി നിൽക്കില്ല, ഒലിച്ചു പോകും. ഞാൻ യന്ത്രം കേദാരൻ മുതലായ ഭക്തന്മാരോട് എല്ലാ വഴികളിൽ കൂടിയും അദ്ദേഹത്തെ കണ്ടെത്താം. സർവമതങ്ങളും സത്യമാണ്. മട്ടുപ്പാവിൽ എത്തുകയാണ് ആവശ്യം. അത് ശരിയായ കോണിപ്പടി വഴിയാവാം. മരയേണി കൊണ്ടും മുകളിലെത്താം. മുള കൊണ്ടുള്ള ഏണി വഴിക്കും എത്താം. കയർ പിടിച്ചും കയറാം. വെറും മുള ചാരിയും മുകളിൽ കയറാം. അവരുടെ മതത്തിൽ പല തെറ്റുകളും കുറവുകളും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഉണ്ടെങ്കിൽ എന്താ? എല്ലാ മതത്തിലും തെറ്റുകളുണ്ട്. തൻ്റെ വാച്ച് മാത്രമേ ശരിക്കും നടക്കുന്നുള്ളൂ എന്ന് എല്ലാവരും വിചാരിക്കുന്നു. വ്യാകുലതയുണ്ടെങ്കിൽ മതി. ഭഗവാനോട് സ്നേഹവും ആകർഷണവും ഉണ്ടെങ്കിൽ മതി. അദ്ദേഹം അന്തര്യാമിയല്ലേ? അകത്തുള്ള ആകർഷണവും വ്യാകുലതയും കാണാൻ കഴിയും. ഒരച്ഛൻ അനേകം മക്കളുണ്ടെന്ന് വിചാരിക്കുക. വലിയവർ അച്ഛ എന്നോ അപ്പ എന്നോ വ്യക്തമായി അദ്ദേഹത്തെ വിളിക്കുന്നു. എന്നാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ച പ എന്ന് മാത്രം വിളിക്കുന്നവരുടെ നേരെ അച്ഛൻ എന്താ വല്ല ദേഷ്യമുണ്ടോ? അവരും തന്നെയാണ് വിളിക്കുന്നത്. അവർക്ക് നേരെ ഉച്ചരിക്കാൻ ആവുന്നില്ലെന്നേ ഉള്ളൂ എന്നും അച്ഛൻ അറിയാം. അച്ഛൻ എല്ലാ മക്കളും ഒരുപോലെയാണ്. അതുപോലെ ഭക്തന്മാരും ഭഗവാനെ പല പേരിൽ വിളിക്കുന്നു. ഒരേ ആളെ തന്നെയാണ് വിളിക്കുന്നത്. ഒരു കുളത്തിന് 4 കടവ്. ഒന്നിൽ ഹിന്ദുക്കൾ വെള്ളമെടുക്കുന്നു, ജലമെന്ന് പറയുന്നു. വേറൊന്നിൽ മുസൽമാന്മാർ വെള്ളമെടുക്കുന്നു, പാനി എന്ന് പറയുന്നു. പിന്നൊന്നിൽ നിന്ന് ഇംഗ്ലീഷുകാർ വെള്ളം കോരുന്നു, വാട്ടർ എന്ന് പറയുന്നു. മറ്റുള്ളവർ വേറൊന്നിൽ അവർ അക്വ എന്ന് പറയുന്നു. ഈശ്വരനൊന്ന്, പേര് പലത്. അധ്യായം 2, 1882 ഓഗസ്റ്റ് 24 വ്യാഴാഴ്ച. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ഭക്തന്മാരുമൊത്ത് വിരാജിച്ചരുളുന്നു. ശ്രാവണ മാസം, ശുക്ല ദശമി തിഥി. ഗുരുദേവന്റെ അടുക്കൽ ഹസ്ര, രാമലാൽ, രാഖാൽ മുതലായവരുണ്ട്. ശ്രീ രാമലാൽ ഗുരുദേവന്റെ സഹോദരപുത്രനാണ്. കാളീക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നു. ഗുരുദേവൻ വടക്ക് കിഴക്കെ നീണ്ട വരാന്തയിൽ നിന്നുകൊണ്ട് ഹസ്രയുമായി സംസാരിക്കുന്നതായിട്ടാണ് മാസ്റ്റർ കണ്ടത്. അദ്ദേഹം വന്ന് ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ വീണു വണങ്ങി. ഗുരുദേവൻ മന്ദാസിക്കുന്നു. മാസ്റ്ററോട് പറഞ്ഞു, ഇനി 1-2 തവണ കൂടി ഈശ്വര വിദ്യാസാഗരനെ കാണണമെന്നുണ്ട്. ചിത്രമെഴുത്തുകാരൻ ആദ്യം ചിത്രത്തിൻ്റെ രൂപരേഖ വരയ്ക്കുന്നു, എന്നിട്ട് പതുക്കെ ഇരുന്ന് ചായമിടുന്നു. ആദ്യം മണ്ണുകൊണ്ട് പിണ്ടമുണ്ടാകുന്നു, എന്നിട്ട് പൊത്തി മിനുകുന്നു, പിന്നെ ചുണ്ണാമ്പടിക്കുന്നു, അതിനുശേഷം ചായം തേക്കുന്നു. പടിപടിയായി വേണം ചെയ്യാൻ. ഈശ്വര വിദ്യാസാഗരനെല്ലാം തയ്യാറായിരിക്കുന്നു, മൂടിക്കിടക്കുന്നു എന്ന് മാത്രം. പല നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്നില്ല. അകത്ത് തങ്കം മറഞ്ഞു കിടക്കുന്നുണ്ട്, ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നു.
അതറിഞ്ഞു കഴിഞ്ഞാൽ വേലകളെല്ലാം വലിച്ചെറിഞ്ഞ് വ്യാകുലതയോടെ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കും. ഗുരുദേവൻ മാസ്റ്ററുമായി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ നിന്നുകൊണ്ടും ചിലപ്പോൾ വരാന്തയിൽ നടന്നുകൊണ്ടും. സാധന കാമിനി കാഞ്ചനങ്ങളുടെ കൊടുങ്കാറ്റ് അടക്കാൻ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഉള്ളിൽ എന്താണുള്ളതെന്നറിയാൻ കുറച്ച് സാധന ചെയ്യണം. മാസ്റ്റർ, എക്കാലവും സാധന ചെയ്യേണ്ടതുണ്ടോ? ശ്രീരാമകൃഷ്ണദേവൻ, ഇല്ല. എന്നാൽ ആദ്യം ഒന്ന് കിണഞ്ഞു പണിയണം. അതിനുശേഷം അത്ര തന്നെ പ്രയാസപ്പെടേണ്ടതില്ല. വഞ്ചി അലയിലും കാറ്റിലും കോളിലും വളവിലും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമരക്കാരൻ എഴുന്നേറ്റ് നിന്ന് മുറുകെ അമരം പിടിക്കണം. അവ കടന്ന് കിട്ടിയാൽ പിന്നെ വേണ്ട. വളവ് കടന്ന് അനുകൂലമായ കാറ്റ് കിട്ടിയാൽ അമരക്കാരൻ ഉല്ലാസമായിരിക്കുന്നു. അമരത്തിൽ പതുക്കെ തൊടുക മാത്രം ചെയ്യുന്നു. പിന്നെ ഏർപ്പാടായി. എന്നിട്ട് പുകവലിക്കാനിരിക്കുന്നു. അതുപോലെ കാമിനി കാഞ്ചനങ്ങളുടെ കാറ്റും കോളും കടന്നു കിട്ടിയാൽ ശാന്തിയായി. ഭഗവാൻ ശ്രീരാമകൃഷ്ണനും യോഗതത്വവും. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ചിലരിൽ യോഗിയുടെ ലക്ഷണം കാണാൻ കഴിയും. എന്നാൽ അവരും സൂക്ഷിച്ചിരിക്കുന്നതാണ് നല്ലത്. കാമിനി കാഞ്ചനങ്ങൾ മാത്രമാണ് യോഗത്തിന് തടസ്സം. അവ കൊണ്ട് യോഗഭ്രഷ്ടനായി സംസാരത്തിൽപ്പെട്ടു പോകുന്നു. തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഈശ്വരന്റെ അടുക്കിലേക്ക് പോകും. വീണ്ടും പഴയ യോഗാവസ്ഥ. മീൻ പിടിക്കാനുള്ള തെറ്റാലി കണ്ടിട്ടുണ്ടോ? മാസ്റ്റർ, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ആ നാട്ടിലുണ്ട്. ഒരു മുള വളച്ച ഒരറ്റം നിലത്ത് നാട്ടുന്നു, മറ്റേ അറ്റത്ത് ചൂണ്ട കോർത്ത ചരട് കെട്ടുന്നു. ചൂണ്ടയിൽ ഇരയും വെച്ചിരിക്കും. മീൻ ഇര വിഴുങ്ങിയാൽ ഉടനെ മുള നിവർന്നു പോകുന്നു. അത് നേരെ മേലോട്ട് നോക്കി നിൽക്കും. ത്രാസിൽ ഒരു വശത്തെ ഭാരം വെച്ചാൽ താഴത്തെയും മുകളിലത്തെയും സൂചി ഒരേ നിലയ്ക്ക് നിൽക്കില്ല. താഴത്തെ സൂചിയാണ് മനസ്സ്, മുകളിലത്തേത് ഈശ്വരനും. അവ രണ്ടും ഒരേ നിലയ്ക്ക് നിൽക്കുന്നതിൻ്റെ പേരാണ് യോഗം. മനസ്സ് സ്ഥിരമാകാതെ യോഗം സാധ്യമല്ല. സംസാരവാദം മനോദീപത്തെ സർവദാ ചഞ്ചലമാക്കുന്നു. ഈ ദീപം തെല്ലും ഇളകാതെയായാൽ ശരിയായ യോഗാവസ്ഥയായി. കാമിനി കാഞ്ചനങ്ങൾ മാത്രമാണ് യോഗിയുടെ വിലങ്ങ്. തത്വവിചാരം ചെയ്യണം. സ്ത്രീകളുടെ ശരീരത്തിൽ എന്തുണ്ട്? രക്തം, മാംസം, മജ്ജ, കുടൽമാല, കൃമി, മലം, മൂത്രം ഇവയൊക്കെ. ഈ ശരീരത്തിൻ്റെ മേൽ ഇത്ര ആസക്തി എന്തിന്? ത്യാഗം ശീലിക്കാൻ ഞാൻ ചിലപ്പോൾ സ്വയം രാജസഭാവം സ്വീകരിച്ചിരുന്നു. സ്വർണ്ണ കസവുള്ള വേഷമണിയണം, വിരലിൽ മോതിരമിടണം, നീണ്ട കുഴലിൽ കൂടി ഹുക്ക വലിക്കണം എന്നൊക്കെ എനിക്കൊരിക്കൽ ആഗ്രഹം തോന്നി. സ്വർണ്ണ കസവുള്ള വേഷമണിഞ്ഞു. മധുര ബാബു കൊണ്ടുവന്നു, തന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞ് മനസ്സിനോട് പറഞ്ഞു, മനസ്സേ, ഇതിൻ്റെ പേരാണ് സ്വർണ്ണ കസവുള്ള തുണിയെന്ന്. എന്നിട്ട് അത് ഊരി ദൂരെ എറിഞ്ഞു. പിന്നെ അതിൽ രസം തോന്നിയില്ല. മനസ്സിനോട് പറഞ്ഞു, മനസ്സേ, ഇതിൻ്റെ പേരാണ് സാൽവ എന്ന്. ഇതിൻ്റെ പേര് മോതിരം, നീണ്ട കുഴലിൽ കൂടിയുള്ള ഹുക്കാവലി എന്നതിൻ്റെ പേരും. അവയെല്ലാം വലിച്ചെറിഞ്ഞു. പിന്നെ അതിനൊന്നും കൊതിയുണ്ടായിട്ടില്ല. സമയം സന്ധ്യയോടെടുത്തു. മുറിയുടെ തെക്ക് കിഴക്കെ വരാന്തയിൽ വാതിലിനടുത്ത് ഗുരുദേവൻ മാസ്റ്ററോട് തനിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് പറഞ്ഞു, യോഗിയുടെ മനസ്സ് സർവ്വസമയവും ഈശ്വരനിലിരിക്കുന്നു. സർവദാ ആത്മാ. അയാളുടെ കണ്ണ് കണ്ടാൽ അറിയാമത്. കണ്ണ് ഒരു ലക്ഷ്യവുമില്ലാതെ മിഴിച്ചിരിക്കും. പൊരുന്ന ഇരിക്കുന്ന പക്ഷിയുടെ കണ്ണുപോലെ. അതിൻ്റെ മനം മുഴുവൻ മുട്ടയുടെ മേൽ, പേരിന് മാത്രം പുറമേയും. ആട്ടെ, അത്തരമൊരു പടം കാണിച്ചു തരാമോ? മാസ്റ്റർ പറഞ്ഞു, ശ്രമിക്കാം. എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. നേരം സന്ധ്യയായി. കാളി ക്ഷേത്രത്തിലും രാധാകാന്ത ക്ഷേത്രത്തിലും മറ്റ് മുറികളിലും പരിചാരകൻ വിളക്ക് കൊളുത്തി. ശ്രീരാമകൃഷ്ണൻ ചെറിയ കട്ടിലിരുന്ന് ജഗന്മാതാവിനെ ധ്യാനിക്കുന്നു. എന്നിട്ട് നാമകീർത്തനം ചെയ്യുന്നു. മുറിയിൽ ധൂപം പുകച്ചു. ഒരു വശത്ത് ഒരു നിലവിളക്ക് കത്തുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ശംഖും ചേങ്കിലയും മുഴങ്ങി. കാളീക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്നു. ശുക്ലദശമി തിഥി. 4 ദിക്കിലും പൂനിലാവ്. ദീപാരാധനയ്ക്ക് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ ചെറിയ കട്ടിലിൽ ഇരുന്നു കൊണ്ട് മാസ്റ്ററുമായി
ഏകാന്തത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചും സംഭാഷണം ചെയ്യുന്നു. മാസ്റ്റർ തറയിലിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നിഷ്കാമമായി കർമ്മം ചെയ്യുക. ഈശ്വരവിദ്യാസാഗരൻ ചെയ്യുന്ന കർമ്മം വളരെ നല്ലതാണ്. നിഷ്കാമമായി പ്രവൃത്തിയെടുക്കാൻ പ്രയത്നിക്കണം. മാസ്റ്റർ പറഞ്ഞു, അങ്ങനെയാവാം. ആട്ടെ, കർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുമോ? രാമനും കാമനും ഒരുമിച്ചിരിക്കുമോ? കഴിഞ്ഞ ദിവസം ഹിന്ദിയിൽ ഒരു കാര്യം വായിച്ചു. രാമൻ ഉള്ളിടത്ത് കാമമില്ല, കാമമുള്ളിടത്ത് രാമനില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, സകലരും കർമ്മം ചെയ്യുന്നു. ഭഗവാന്റെ നാമഗുണ കീർത്തനവും കർമ്മമാണ്. അഹംവാദികളുടെ അഹം ബ്രഹ്മസ്മി എന്ന ചിന്തയും കർമ്മം തന്നെ. ശ്വാസം വിടലും കർമ്മമാണ്. കർമ്മം തീരെ ത്യജിക്കാൻ നിവർത്തിയില്ല. അതിനാൽ കർമ്മം ചെയ്യണം. പക്ഷേ ഫലം ഈശ്വരനെ സമർപ്പിക്കണം. മാസ്റ്റർ പറഞ്ഞു, ആവാം. കൂടുതൽ പണം സമ്പാദിക്കാൻ ഞാൻ ശ്രമിക്കട്ടെയോ? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ധാർമ്മിക ജീവിതത്തിന് വേണ്ടി ചെയ്യാം, പ്രയത്നിച്ചോളൂ. പക്ഷെ നല്ല വഴിക്ക്. സമ്പാദനമല്ല ലക്ഷ്യം, ഈശ്വര സേവയാണ് ഉദ്ദേശം. പണം കൊണ്ട് ഈശ്വര സേവ സാധിക്കുമെങ്കിൽ ആ പണം കൊണ്ട് ദോഷമില്ല. മാസ്റ്റർ ചോദിച്ചു, എത്ര കാലം വീട്ടുകാരോട് കർത്തവ്യമുണ്ട്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അവർക്ക് ഉണ്ണാനും ഉടുക്കാനും കഷ്ടപ്പാടില്ലാതാകുന്നത് വരെ. മക്കൾക്ക് തൻകാലിൽ നിൽക്കാറായാൽ പിന്നെ അവരുടെ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. കോഴിക്കുഞ്ഞ് തന്നെത്താൻ കൊത്തി തിന്നാറായാൽ പിന്നെ തള്ളയുടെ അടുക്കൽ തീറ്റയ്ക്ക് വന്നാൽ തള്ള കൊത്തി ഓടിക്കുന്നു. മാസ്റ്റർ ചോദിച്ചു, എത്ര കാലം കർമ്മം ചെയ്യേണ്ടതുണ്ട്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, കായ് ഉണ്ടായാൽ പിന്നെ പൂ നിൽക്കയില്ല. ഈശ്വരലാഭം ഉണ്ടായാൽ പിന്നെ കർമ്മം ചെയ്യേണ്ടതില്ല. അതിന് മനസ്സും വരില്ല. കള്ളുകുടിയൻ കുറേ ഏറെ കള്ള അത്താക്കിയാൽ വെളിവ് കാണുകയില്ല. രണ്ടണയ്ക്കായി കുടിച്ചുള്ളൂ എങ്കിൽ ജോലിയും വേലയും ഒക്കെ നടത്തിക്കൊണ്ടു പോകാം. ഈശ്വരനോടടുക്കും തോറും അദ്ദേഹം കർമ്മം കുറച്ചുകൊണ്ടേയിരിക്കും. ഭയം വേണ്ട. മകൻ്റെ ഭാര്യ ഗർഭവതിയായാൽ അമ്മ പതുക്കെ പതുക്കെ വേല കുറച്ച് കൊടുക്കുന്നു. 10 തികഞ്ഞാൽ വേല ഒട്ടും ചെയ്യുകയില്ല. പിള്ള പിറന്നാൽ പിന്നെ അതിനെ എടുത്ത് ലാളിച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ഏതാനും കൃത്യങ്ങൾ ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ സമാധാനമായി. വീട്ടമ്മ വീട്ടിലെ വെപ്പും വിളമ്പും മറ്റു വേലകളും തീർത്ത് കുളിക്കാൻ പുറപ്പെട്ടാൽ തിരിച്ച് വരില്ല. എത്ര കിടന്ന് വിളിച്ചു പോകിയാലും വരില്ല. ഈശ്വര ദർശനം എന്നാൽ എന്ത്? ഉപായമെന്ത്? മാസ്റ്റർ ചോദിച്ചു, ഈശ്വര ലാഭം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈശ്വര ദർശനം എന്ന് എങ്ങനെയാണ് പറയുന്നത്? അതെങ്ങനെ കിട്ടും? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈശ്വര മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും ഈശ്വര ലാഭം സാധിച്ചവരും പലതരക്കാരുണ്ടെന്ന് വൈഷ്ണവർ പറയുന്നു. പ്രവർത്തകൻ, സാധകൻ, സിദ്ധൻ, സിദ്ധസിദ്ധൻ. വഴിയിലേക്ക് കാലെടുത്ത് വെച്ചയാളെ പ്രവർത്തകൻ എന്ന് പറയുന്നു. സാധനയും ഭജനയും ചെയ്യുന്നവനെ, പൂജയും ജപവും ധ്യാനവും നാമഗുണകീർത്തനവും ചെയ്യുന്നവനെ സാധകൻ എന്ന് പറയുന്നു. ഈശ്വരൻ ഉണ്ടെന്നുള്ളിൽ ബോധമുറച്ച വ്യക്തിയെ സിദ്ധൻ എന്ന് പറയാം. ഇതിന് വേദത്തിൽ ഒരു ഉപമയുണ്ട്. ഇരുട്ടുമുറിയിൽ ഗ്രഹനാഥൻ ഉറങ്ങിക്കിടക്കുന്നു. ഒരാൾ അയാളെ തപ്പി തപ്പി തേടുന്നു. ശോഭയിൽ കൈവച്ചിട്ട് പറയുന്നു, ഇതല്ല അദ്ദേഹം. ജനലിൽ തൊട്ടിട്ട് പറയുന്നു, ഇതല്ല. വാതിലിൽ കൈവച്ചിട്ട് പറയുന്നു, ഇതല്ല. നേതി നേതി നേതി, ഇതല്ല, അല്ല, അല്ല. ഒടുവിൽ വീട്ടുകാരൻ്റെ മേൽ കൈ തൊടുന്നു. അപ്പോൾ പറയുന്നു, ഇതാ അദ്ദേഹം. അതായത് അസ്തിത്വബോധം ഉണ്ടായി. ഗ്രഹനാഥനുമായി വളരെ അടുത്ത വർത്തമാനം പറയുന്നത് ആ അവസ്ഥയൊന്നു വേറെയാണ്. ഈശ്വരനുമായി പ്രേമത്തോടും ഭക്തിയോടും കൂടി അടുത്ത് പെരുമാറുന്നത് സിദ്ധന് ഈശ്വരനെ കിട്ടിയെന്നുള്ളത് നേരു തന്നെ. എന്നാൽ സിദ്ധൻ ഈശ്വരനുമായി വളരെ അടുത്ത് പെരുമാറുന്നു. അദ്ദേഹത്തെ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, മധുരം, ഇവയിലേതെങ്കിലും ഒന്ന്. ശാന്തം ഋഷികൾക്കുണ്ടായിരുന്നു. അവർക്ക് ഭോഗ അനുഭവത്തിനുള്ള വാസനയൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഭക്തി പോലെ അവൾക്കറിയാം തൻ്റെ ഭർത്താവ് കന്ദർപ്പനാണെന്ന്. ദാസ്യം ഹനുമാന്റെ ഭാവം പോലെ. രാമന്റെ കാര്യം ചെയ്യേണ്ട സമയത്ത് സിംഹതുല്യൻ. ഭാര്യയ്ക്കും ദാസ്യഭാവമുണ്ട്. ഭർത്താവിനെ പ്രാണൻ കൊടുത്തും സേവ ചെയ്യുന്നു. അമ്മയ്ക്കും അല്പസ്വല്പമുണ്ട്. യശോദയ്ക്കും ഉണ്ടായിരുന്നു. സഖ്യം സ്നേഹിതന്റെ ഭാവം. സ്നേഹിതന്മാർ തങ്ങളിൽ പറയുന്നു, വാ വാ അടുത്ത് വന്നിരി.
ശ്രീരാമാദികൾ ചിലപ്പോൾ ശ്രീകൃഷ്ണനെ കടിച്ച പഴം തിന്നാൻ കൊടുക്കും, ചിലപ്പോൾ തോളത്ത് ചാടിക്കയറും. വാത്സല്യം യശോദയുടേതുപോലെ ഭാര്യയ്ക്കും ഇതൽപ്പമുണ്ട്. ഭർത്താവിനെ സ്വന്തം പ്രാണൻ പറിച്ചെടുത്ത് പോറ്റുന്നു. മക്കൾ വയറ് നിറച്ച് കഴിച്ചാലേ അമ്മയ്ക്ക് തൃപ്തിയുള്ളൂ. യശോദ ശ്രീകൃഷ്ണനെ ഊട്ടാൻ കയ്യിൽ വെണ്ണയുമായി ചുറ്റി നടക്കുന്നു. മധുരം രാധയുടേതുപോലെ ഒരു സ്ത്രീക്ക് ജാരനോടുള്ള ഭാവം, ഭാര്യയ്ക്കും മധുരഭാവമുണ്ട്. ഈ ഭാവത്തിൽ സകല ഭാവങ്ങളും ഉൾപ്പെടും: ശാന്തവും, ദാസ്യവും, സഖ്യവും, വാത്സല്യവും. അപ്പോൾ മാസ്റ്റർ ചോദിച്ചു, ഈശ്വര ദർശനം ഈ കണ്ണുകൊണ്ട് സാധിക്കുമോ? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അദ്ദേഹത്തെ ബാഹ്യങ്ങളായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. സാധന ചെയ്ത് ഒരു പ്രേമ ശരീരം ലഭിക്കുന്നു. അതിൽ പ്രേമ കണ്ണും പ്രേമ ചെവികളും. ആ കണ്ണുകൊണ്ട് അദ്ദേഹത്തെ കാണാം, ആ കാതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അതുമാത്രമല്ല, പ്രേമമയമായ ലിംഗവും യോനിയും കൂടിയുണ്ടാവും. ആ വാക്ക് കേട്ട് മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. ഗുരുദേവൻ നീരസമൊന്നും കൂടാതെ വീണ്ടും പറഞ്ഞു, ഈ പ്രേമ ശരീരം കൊണ്ട് ആത്മാവുമായി രമിക്കുന്നു. മാസ്റ്റർ വീണ്ടും ഗൗരവമായി. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എന്നാൽ ഈശ്വരനിൽ തീവ്ര പ്രേമം കൂടാതെ ഇതുണ്ടാകില്ല. അതിയായ സ്നേഹമുണ്ടായാൽ സർവത്ര ഈശ്വരമയമായി കാണാം. മഞ്ഞപ്പിത്തം കടുത്താൽ കാണുന്നതൊക്കെ മഞ്ഞിച്ചിരിയും. അപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ ഞാൻ എന്ന ബോധമുണ്ടാകുന്നു. കള്ളുകുടിയൻ ലഹരി ഏറിയാൽ പറയും, ഞാനാണ് കാളി. ഗോപികൾ പ്രേമോന്മത്തരായി പറയാൻ തുടങ്ങി, ഞാൻ തന്നെ കൃഷ്ണൻ. രാപകൽ ഭഗവാനെ ചിന്തിച്ചാൽ 4 ദിക്കിലും അദ്ദേഹത്തെ കാണാം. വിളക്കിൻ്റെ നാളത്തിലേക്ക് കുറേ നേരം മുറ്റും നോക്കിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിഞ്ഞ് എവിടെ നോക്കിയാലും നാളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ ഈശ്വര ദർശനം ബുദ്ധിഭ്രമമാണോ? ആ നാളം യഥാർത്ഥമല്ലല്ലോ എന്ന് മാസ്റ്റർ ഉള്ളിൽ കരുതി. അന്തര്യാമിയായ ഭഗവാൻ അരുളി, ചൈതന്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ജഡമായി പോകയില്ല. ഈശ്വരനെ അധികം ധ്യാനിച്ചാൽ ബുദ്ധിഭ്രമം പിടിപെടുമെന്ന് ശിവനാഥൻ പറയണ്ടായി. ഞാൻ അയാളോട് ചോദിച്ചു, ചൈതന്യത്തെ ധ്യാനിച്ചാൽ എങ്ങനെയാണ് അചൈതന്യമായി തീരുന്നത്? മാസ്റ്റർ ചോദിച്ചു, എനിക്ക് മനസ്സിലായി. ഇത് അനിത്യ വസ്തുവിനെ ഒന്നും ചിന്തിക്കലല്ല. ഭഗവാൻ നിത്യ ചൈതന്യ സ്വരൂപനാണ്. അദ്ദേഹത്തിൽ മനസ്സ് ഉറപ്പിച്ചാൽ എങ്ങനെ നിശ്ചേതനാവും? ശ്രീരാമകൃഷ്ണദേവൻ പ്രസന്നനായി പറഞ്ഞു, ഇത് അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കൃപ കൂടാതെ സംശയം നീങ്ങുകയില്ല. ആത്മസാക്ഷാത്കാരം കൂടാതെ സംശയം നശിക്കില്ല. ഭഗവത് കൃപ ലഭിച്ചാൽ പിന്നെ ഭയം വേണ്ട. കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ വീണെന്ന് വരാം. നേരെ മറിച്ച് മകൻ്റെ കൈ അച്ഛൻ പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഭയം വേണ്ട. നമ്മുടെ നിലത്ത് കാല് തെറ്റിയാലും അച്ഛൻ്റെ കൈകളിൽ തൂങ്ങിക്കിടക്കും. ഭഗവാൻ കൃപ ചെയ്ത് സംശയം നീക്കിത്തരികയും ദർശനം അരുളുകയും ചെയ്താൽ പിന്നെ ക്ലേശമില്ല. എന്നാൽ അദ്ദേഹത്തെ കിട്ടുന്നതിന് വേണ്ടി വളരെ വ്യാകുലതയോടെ വിളിച്ച് വളരെ സാധന ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൃപ ഉണ്ടാവുകയുള്ളൂ. മകൻ കിതച്ച് പരക്കം പാഞ്ഞ് നടക്കുന്നത് കണ്ടാലേ അമ്മയ്ക്ക് ദയ തോന്നുന്നു. അതുവരെ അമ്മ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന് ദർശനമരുളുന്നു. ഭഗവാൻ നമ്മെ എന്തിനിട്ട് ഓടിക്കുന്നു എന്ന് മാസ്റ്റർ വിചാരിച്ചു. ഉടൻ ഗുരുദേവൻ അരുളി ചെയ്തു, തെല്ലുനേരം നാം ഓടി നടക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ഇച്ഛ. അദ്ദേഹത്തിനൊരു രസമാണ്. അദ്ദേഹം ലീലയാ ഈ സംസാരം രചിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേര് മഹാമായ. അതിനാൽ ഈ ശക്തിരൂപിണിയായ അമ്മയിൽ ശരണാഗതനാകണം. മായാപാശത്താൽ നമ്മെ കെട്ടിയിട്ടിരിക്കുന്നു. ഈ പാശത്തെ അറുത്തുകളയാൻ ഒത്താൽ ഈശ്വര ദർശനം സാധ്യമാകുന്നു. ആദ്യാശക്തി മഹാമായയും ശക്തി സാധനയും. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശക്തി സ്വരൂപിണിയായ അമ്മയെ പ്രസന്നയാക്കണം. അദ്ദേഹം തന്നെ മഹാമായ. ലോകത്തെ മുക്തമാക്കിക്കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു. അദ്ദേഹം തന്നെ നമ്മെ അജ്ഞാനത്തിൽ വെച്ചിരിക്കുന്നു. ആ മഹാമായ വാതിൽ തുറന്ന് തന്നാൽ നമുക്കകത്ത് പോകാം. പുറത്ത് പെട്ടുകിടന്നാൽ പുറത്തുള്ള വസ്തുക്കൾ മാത്രം കാണാം. നിത്യവും സച്ചിദാനന്ദവുമായ ആ പുരുഷനെ അറിയാനൊക്കുകയില്ല. അതിനാൽ മധുകൈടഭന്മാരുടെ വധസമയത്ത് ബ്രഹ്മാദി ദേവതകൾ മഹാമായയെ സ്തോത്രം ചെയ്തു എന്ന് പുരാണത്തിൽ ദേവീ മഹാത്മ്യത്തിൽ പറയുന്നു. ദേവീ മഹാത്മ്യത്തിൽ മധുകൈടഭ വധത്തിൽ
ത്വം സ്വാഹ ത്വം സദാ ത്വം ഹി വഷട്കാര സ്വരാത്മിക സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ബ്രഹ്മാദി ദേവതകൾ മഹാമായയെ സ്തോത്രം ചെയ്തു എന്ന് പുരാണത്തിലെ ദേവീ മഹാത്മ്യത്തിൽ പറയുന്നു. ശക്തിയാണ് ജഗത്തിൻ്റെ മൂലാധാരം. ആ ആദ്യാശക്തിക്കുള്ളിൽ വിദ്യയും അവിദ്യയും രണ്ടുമുണ്ട്. അവിദ്യ മോഹിപ്പിക്കുന്നു, അവിദ്യ കാമിനി കാഞ്ചന നിർമ്മിച്ച് മോഹിപ്പിക്കുന്നു. വിദ്യയിൽ നിന്ന് ഭക്തിയും ദയയും ജ്ഞാനവും പ്രേമവും ഉണ്ടാകും. വിദ്യ ഈശ്വര മാർഗത്തിലേക്ക് നയിക്കുന്നു. ഈ അവിദ്യയെ പ്രസാദിപ്പിക്കണം. അതാണ് ശക്തി പൂജയുടെ ഉദ്ദേശം. അവിദ്യയെ പ്രസാദിപ്പിക്കുന്നതിന് നാനാഭാവത്തിൽ പൂജ ചെയ്യുന്നു. ദാസീഭാവം, വീരഭാവം, സന്താനഭാവം, അതായത് സംയോഗത്തിൽ കൂടി അവളെ സന്തോഷിപ്പിക്കൽ. ഭക്തി സാധന അതിഭയങ്കരമായ സാധനയാണ്, സൂത്രമൊന്നുമല്ല. അമ്മയുടെ ദാസിയെന്നും സഖിയെന്നുമുള്ള ഭാവത്തിൽ ഞാൻ 2 വർഷം കഴിച്ചു. എന്നാൽ സന്താനഭാവമാണ് എനിക്കിഷ്ടം. സകല സ്ത്രീകളുടെയും സ്ഥാനത്തെ ഞാൻ മാതൃസ്ഥാനമെന്ന് കരുതുന്നു. സകല സ്ത്രീകളിലും ശക്തിയുടെ ഓരോ രൂപങ്ങളാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ വിവാഹ സമയത്ത് വരൻ്റെ കയ്യിൽ ഒരു കത്തി കാണും. ബംഗാളത്തൊരു പാക്കോട്ടി ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഈ ശക്തിരൂപിണിയായ കന്യകയുടെ സഹായത്തോടെ വരൻ മായാപാശം ഛേദിച്ച് കളയും എന്നാണ്. ഇതാണ് വീരഭാവം. വീരഭാവത്തിൽ ഞാൻ പൂജ ചെയ്യുകയുണ്ടായിട്ടില്ല. എൻ്റേത് സന്താനഭാവമാണ്. വധു ശക്തിരൂപിണിയാകുന്നു. വിവാഹ സമയത്ത് കണ്ടിട്ടില്ലേ, വരൻ ഒരു മണ്ടനെ പോലെ പിന്നിലിരിക്കും. വധുവാകട്ടെ നിശങ്കയും. ഈശ്വര ദർശനത്തിന് ശേഷം ഐശ്വര്യം മറക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ ഐശ്വര്യത്തെ, ജഗത് രചനാരൂപത്തിലുള്ള ഐശ്വര്യത്തെ മറക്കുന്നു. ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം മനസ്സിൽ തങ്ങി നിൽക്കുകയില്ല. ഈശ്വരൻ്റെ ആനന്ദത്താൽ മഗ്നനായ ഭക്തന് കണക്കുകൂട്ടൽ കാണുകയില്ല. നരേന്ദ്രനെ കണ്ടാൽ നിൻ്റെ പേരെന്താണ്, നിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. ചോദിക്കാനുള്ള സമയം എവിടെ? ഒരിക്കൽ ഒരാൾ ഇന്നത്തെ തിഥി എന്താണെന്ന് ഹനുമാനോട് ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, അനിയ, എനിക്ക് നാളും പക്കവും ഭാരവും ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ രാമനെ മാത്രം സ്മരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 2ാം അധ്യായം പൂർത്തീകരിക്കുക. 3ാം അധ്യായം അടുത്ത ദിവസം പറയാൻ. ശ്രീരാമകൃഷ്ണദേവനും ഗുരു പരമ്പരയും ഭഗവതിയും ഭഗവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലൈവിലെത്തിയ എല്ലാ ഭവനങ്ങളിലും ഐശ്വര്യം നിറയട്ടെ. ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 7 മണിക്കും നടന്ന ലൈവിൽ പങ്കെടുത്ത എല്ലാവരും 9 മണിയുടെ ലൈവിലും പങ്കെടുത്തു. ശ്രീകാര്യത്ത് നിന്ന് ഉഷ ചേച്ചി, തിരുവനന്തപുരത്ത് നിന്ന് ഗിരിജ ചേച്ചിയും ശശിധരൻ നാരിയേട്ടനും, കൊല്ലത്ത് നിന്ന് രാധാകൃഷ്ണൻ വാസൻ സാറും ബിന്ദു ചേച്ചിയും, അക്ഷയ് നിയതി കുഞ്ഞമ്പായിക്കുളം, വിഷ്ണു ചേച്ചിയും ആദിത്യനും തിരുവനന്തപുരം, കുമാരി ദേവി ടീച്ചർ കൊല്ലം, എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം അർപ്പിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും ദേവി സാന്നിധ്യമുണ്ടാവട്ടെ. സുരേഷ് കുമാർ സാർ കൊല്ലം, ജയശ്രീ ടീച്ചർ തിരുവനന്തപുരം, സരോജ് ചേച്ചി അഹമ്മദാബാദ്, എല്ലാവരുടെയും സാന്നിധ്യത്തിന് കോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദുബൈയിൽ നിന്ന് ജിബിൻ ധാരാളം പേർ ഇന്ന് ലൈവിലെത്തി. എല്ലാവരുടെയും സാന്നിധ്യം ശ്രേഷ്ഠമായി, ഐശ്വര്യകരമായി. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ജിനേഷ് മോഹൻദാസ് വയനാട്. അമ്മയുടെ ചരിത്രം കഴിഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ചരിത്രം കുറിയെടുക്കുമ്പോൾ വരണമെന്ന് പ്രാർത്ഥിച്ച ആളാണ് ജിനേഷ് എന്നുകൂടി ഓർക്കുന്നു.
നമ്മുടെ തമ്പാൻ പള്ളിയോട്ട് ചെറുവത്തൂർ പ്രത്യേക നമസ്കാരം. സർവേഷാം സ്വസ്തിർഭവതോ, സർവേഷാം ശാന്തിർഭവതോ, സർവേഷാം പൂർണ്ണം ഭവതോ, സർവേഷാം മംഗളം ഭവതോ, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതീ മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീരാമകൃഷ്ണ പരമഹംസ ഗുരുദേവ തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.